മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. सो बिफोर वी गो टू चैप्टर 12, चैप्टर 11 में कुछ बातों को हम लोग देखकर हम लोग चैप्टर 12 में आएंगे. सो चैप्टर 11 एंड 12 जो है टीचेस द वेरियस रिस्पॉन्स ऑफ द टीचिंग ऑफ जीसस क्राइस्ट. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ പ്രസംഗത്തോട് മിനിസ്ട്രിയോടുള്ള വ്യക്തികളുടെ പ്രതികരണങ്ങളെയാണ് 11-12 അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 11-12 अध्याय में यीशु मसीह के मिनिस्ट्री और यीशु मसीह के टीचिंग के प्रति जो रिस्पॉन्सेस को हम लोग देख सकते हैं. ठीक है, तो 11 में देख सकते हैं फर्स्ट रिस्पॉन्स जॉन द बैप्टिस्ट, യോഹന്നാൻ സ്നാപകന്റെ റിസ്പോൺസ്. ഹീ ഡൗട്ടഡ് ദ മെസ്സായ, യേശു ക്രിസ്തുവിനെ മെഷിയ, ആ വരാനുള്ള മെഷിയ താനാണോ എന്ന് സംശയിച്ചു. उसने डाउट किया कर हम लोग देखते हैं. उसके अलावा चैप्टर 11 verses 16 to 19, 11-ാം അധ്യായത്തിൻ്റെ 16 തൊട്ട് 19 വരെയുള്ള വാക്യം, 16 to 19, ജീസസ് ഇസ് ടോക്കിംഗ് അബൌട്ട് സം ചിൽഡ്രൻ, ചില കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പിള്ളേരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. റൈറ്റ്, ജസ്റ്റ് റീഡ് 16 verses. 16 वचन को जरा पढ़े, 16 और 17 वचन को. मैं इस समय के लोगों की उपमा किससे दूं? वे उन बालकों के समान हैं जो बाजारों में बैठे हुए एक दूसरे से पुकार कर कहते हैं, हमने तुम्हारे लिए बांसुरी बजाई और तुम न नाचे, हमने विलाप किया और तुमने छाती नहीं पीटी. हाँ, इसका मतलब क्या है? इसका मतलब ये है कि यीशु और जॉन जब भी आया तो यीशु मसीह ने और जॉन ने जो है लोगों के एक्सपेक्टेशन के हिसाब से प्रचार नहीं किया. ओके, जब भी फ्लूट बजाया तो नाचा नहीं, जब भी शोक का गीत बजाया तो शोक नहीं किया. मतलब दे वांटेड जॉन एंड जीसस टू डांस अकॉर्डिंग टू देयर म्यूजिक, बट दे डिड नॉट डू दैट. സോ ദാറ്റ് ഈസ് എ സെക്കൻഡ് റെസ്പോൺസ്. അവിടുത്തെ കാര്യം മനസ്സിലാക്കണം. 16-17 വാക്യം മമ്മി ഒന്ന് വായിച്ചേട്ടെ. 16-17 വാക്യം. എന്നാൽ ഈ തലമുറ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിലിരുന്ന ചങ്ങാതികളോട്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. അപ്പൊ എന്താ ഇവിടെ? അതായത് ഇവർ കുഴലൂതിയപ്പോൾ നൃത്തം ചെയ്തില്ല, വിലാപഗാനം പാടിയപ്പോൾ ആരും മാറത്തടിച്ചില്ല എന്ന് പറഞ്ഞാല് ഈ യേശുവും യോഹന്നാനും ജനത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? നൃത്തം ചെയ്യുന്നില്ല. വിലാപം ചെയ്യുമ്പോൾ മാറത്തടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ താല്പര്യപ്പെടുന്നത് യേശു ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം. അങ്ങനെ ചെയ്യാത്ത യേശു, അങ്ങനെ ചെയ്യാത്ത യോഹന്നാനെ നോക്കിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുകയാണ്? റിജക്റ്റ് ചെയ്യുകയാണ്. ഇന്നും അങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് താല്പര്യമുള്ളത് പ്രസംഗിക്കണം, ഞങ്ങൾക്ക് കേൾക്കാൻ കൊതിയുള്ളത് പറയണം എന്നാണ് ജനത്തിന്, ഭൂരിപക്ഷം ജനത്തിന് വേണ്ടത്. അങ്ങനെ കേട്ടില്ലെങ്കിൽ ഒരു സന്തോഷമില്ല, സ്തോത്രമില്ല. आज भी लोगों का प्रॉब्लम यही है ना कि पास्टर जब भी प्रचार करेंगे तो हम लोग को जो अच्छा लगता है वो सुनना चाहिए. हम लोग को जो बोलते हैं ना कि हम लोग को जो सूदिंग है वो सुनना चाहिए. उस जमाने में भी, यीशु के जमाने में भी ऐसी था. जॉन प्रचार हम लोग के हिसाब से करना चाहिए, जीसस प्रचार हम लोग को जो अच्छा लगता है वैसा करना चाहिए. तो यीशु मसीह ये एग्जाम्पल लेके बोलता है, तुम उन बाजारों में जो लड़के हैं उनके जैसे हैं. ये जनरेशन फ्लूट बजाता है और चाहते हैं कि हम लोग नाचे. No, Jesus should dance according to our song. हमारे इंटरेस्ट के, हमारे डिमांड के जैसा पास्टर प्रचार करना चाहिए. दिस इज आवर डिमांड, दिस इज व्हाट वी नीड. लेकिन पास्टर ऐसा नहीं प्रचार कर रहा, जीसस ऐसा नहीं प्रचार कर रहे. दैट इज अ रिस्पॉन्स. അതാണ് ആ തലമുറയിൽ ഉണ്ടായിരുന്ന റെസ്പോൺസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വേഴ്സസ് 11 से लेके 20 till 24, 11-ാം അധ്യായം 20 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ जीसस ने बहुत मौज से मिराकल्स और बहुत कुछ काम किए. वो कोरेसिन, बेतसैदा, कफरनहूम, ये सारे जो है रिपेंट नहीं किया कर हम लोग देखते हैं. 20-ാമത്തെ വാക്യം നോക്കിക്കേ. ധാരാളം അത്ഭുതം ചെയ്ത് കണ്ട ഈ പട്ടണങ്ങൾ എന്ത് ചെയ്തില്ല? അവർ മാനസാന്തരപ്പെടായകയാൽ അവരെ ശാസിച്ചു തുടങ്ങി എന്ന് നമുക്ക് കാണാൻ കഴിയും. उन्होंने मन नहीं फिराया, इसके लिए परमेश्वर ने उन्हें हुलाना किया कर हम लोग देख सकते हैं. सो पीपल आर हियरिंग बट दे आर नॉट रिपेंडिंग. കേൾക്കുന്നുണ്ട് പക്ഷെ മാനസാന്തരപ്പെടാത്തൊരു തലമുറ. the generation which is not repenting from their sins.
They have seen the Lord's working, they are hearing God's word, but they are not repenting. Then comes 25 से लेके 30, 25 തൊട്ട് 30 വരെയുള്ള ചാപ്റ്റർ 11, 25 से लेके 30. How we are going to respond to the call of Jesus. ഞാനും നിങ്ങളും കർത്താവിൻ്റെ വിളിയിലേക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്? കൊറേസിനെ പോലെ, ബെത്സതെ പോലെ, കഫർനഹൂമിനെ പോലെ മാനസാന്തരപ്പെടാതെ ആണോ? അതോ എൻ്റെ താളത്തിനനുസരിച്ച് യേശു തുള്ളുന്നില്ല, അതുകൊണ്ട് എനിക്ക് യേശുവായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല, അതാണോ നമ്മുടെ റിസ്പോൺസ്, നമ്മുടെ പ്രതികരണം? मेरे गीत के अनुसार जीसस डांस नहीं कर रहा है, इसलिए मुझे ये यीशु पसंद नहीं है. मेरा प्रार्थना जो मैं पूछ रहा हूँ वो नहीं दे रहा है, सो आई एम नॉट इंटरेस्टेड विद जीसस. क्या हमारा रिस्पॉन्स वैसा है? या कफरनहूम और बेतसैदा के जैसा वचन तो सुन रहे, रिपेंट नहीं करता हुआ जैसा है क्या? വാട്ട് ഷുഡ് ബി അവർ കറക്റ്റ് റെസ്പോൺസ്? നമ്മുടെ ശരിയായ പ്രതികരണം എന്തോ ആയിരിക്കണം? വേഴ്സസ് 28-29, 28-29 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, हे परिश्रम करने वाले और बहुत से दबे लोगों, मेरे पास आओ, मैं तुम्हें विश्राम दूंगा. मेरा जुआ अपने ऊपर उठा लो और मुझसे सीखो. അവർ റെസ്പോൺസ് ഷുഡ് ബി ലൈക്ക് ദിസ്. നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കണം? കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന്, കർത്താവ് സൗമ്യനും താഴ്മയുള്ളവനാകയാൽ കർത്താവിൻ്റെ മുഖം ഏറ്റുകൊണ്ട് കർത്താവിനോട് പഠിക്കാൻ. ഇതായിരിക്കണം നമ്മുടെ കറക്റ്റ് റെസ്പോൺസ്. വാട്ട് ഇസ് അവർ റൈറ്റ് റെസ്പോൺസ്? We should come to Lord Jesus and learn from him. That is what Jesus wants from us. परमेश्वर हमसे यही चाहता है कि हम उसके पास आए और विश्राम पाए और उसकी जुआ उठाकर जो है हम उनसे सीखें. Verses 30 verses very important, क्योंकि 12 में जो मैं अभी बोलने के लिए जा रहा हूं उसके साथ कनेक्टेड है. 30-ാമത്തെ വാക്യം വളരെ കണക്റ്റഡ് ആണ് അടുത്ത പറയാൻ പോകുന്ന കാര്യം. 12-ാം അധ്യായം 30-ാമത്തെ വാക്യം എന്തുവാണ്? എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ക്യോंकि मेरा जुआ सहज और बोझ हल्का है, easy, right? Now come to chapter 12. 12-ാം അധ്യായത്തിലേക്ക് വരാം. Don't forget 11:30. 11:30 മറക്കല്ലേ. എന്താ? കർത്താവിൻ്റെ നുകം മൃദുവും കർത്താവിൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഈസിയാണ് അല്ലേ? ചുമടുണ്ട്, നുകമുണ്ട്. അത് ഊരിക്കളഞ്ഞ് കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വിടുകയല്ല. നുകമുണ്ട്, ചുമടുമുണ്ട്. പക്ഷെ അതെന്താണ്? അത് മൃദുവുമാണ്, അത് ലഘുവുമാണ്. അത് മറക്കല്ലേ. यीशु मसीह अपना जुआ को रखता है अपने ऊपर, बोझ भी है, लेकिन वो बोझ क्या है? हल्का है. वो बोझ हल्का है. Now come to chapter 12. Chapter 12 का मेन सब्जेक्ट है साबत, शबत. ओके? लेकिन सबत जो है किसके लिए दिया था? शबत എന്തിനാ കൊടുത്തത്? Can anybody tell? ഒന്ന് പറയാമോ? ശബത്ത് എന്തിനാ കൊടുത്തത്? क्यों दिया था परमेश्वर ने शबत? To be holy on that day particular, to live a holy day, matlab think that it's a holy day and you should take rest. That's the word, rest. वो रेस्ट क्या है? उसका मतलब रेस्टिന്റെ അർത്ഥം എന്തുവാ? आराम करने का मतलब? रेस्ट इन गॉड. रेस्ट का मतलब बेड में जाके सोना नहीं है, सोफा में जाके आराम करना नहीं है. रेस्ट, आराम मतलब यू आर रेस्टिंग इन गॉड. ദൈവത്തിൽ നാം ആശ്രയിച്ച് നാം റെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് അവിടെ യഥാർത്ഥമായി ശബത്തിൽ നടക്കുന്നത്. सबत में दिन वही होना चाहिए. लेकिन चैप्टर 12 में क्या हो रहा है मालूम है? रेस्ट नहीं है, ബർഡൻ है. റെസ്റ്റ് അല്ല, പക്ഷെ സബത്തിൽ എന്ത് നടക്കുന്ന ആ കാലഘട്ടത്തിൽ? ഭാരം. 11:30 क्या है? 11:30 എന്തുവാ? जीसस का बोझ क्या है? सहज है और हल्का है. लेकिन फरीसी लोगों का बोझ क्या है? भारी है. പരീശന്മാരുടെ ആ നുകം, പരീശന്മാർ കൊണ്ടുവച്ചിരിക്കുന്ന കാര്യം അതെന്താണ്? അത് കഠിനമേറിയതാണ്. ഓക്കെ, ലെറ്റ്സ് റീഡ് 12 का 1 से जरा पढ़ेंगे. 12:1 മുതലുള്ളത് വായിച്ചാട്ടെ. पढ़ी, हिंदी में पढ़िए सर. उस समय यीशु सबत के दिन खेतों में से होकर जा रहा था.
और उसके चेलों को भूख लगी तो वे बालें तोड़ तोड़कर खाने लगे. മലയാളം में पढ़िए 12 മലയാളത്തിൽ വായിച്ചു. ആ കാലത്ത് യേശു ശബ്ബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവന്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. वर्सेस 2 हिंदी में पढ़िए, फिर मलयालम में पढ़िए. फरीसियों ने यह देखकर उससे कहा, देख तेरे चेले वह काम कर रहे हैं जो सबत के दिन करना उचित नहीं. അവന്റെ പരീശരത് കണ്ടിട്ട് ഇത് ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് അവനോട് പറഞ്ഞു. ओके, देखा आपने? तो शबत में काम नहीं करने के लिए परमिशन ने बोला. ശബത്തിൽ പ്രവൃത്തി ഒന്നും ചെയ്യില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? ये ലോ है, ഇത് ന്യായപ്രമാണം. ഐ വിൽ ഡ്രോ വൺ പിക്ചർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു പിക്ചർ വരയ്ക്കാം, അത് നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ച് ഇരുന്നാൽ മതി. ओके, परमेश्वर ने बोला, आर यू एबल टू सी? देख पा रहे हैं आप लोग? यस. अब भी ठीक है? Yeah. ओके. सबत, कीप इट होली, ये परमेश्वर ने बोला है ना, कर्ता वरने ले परमेश्वर ने बोला. लेकिन फरीसी लोग ने, फरीसी देखें, हम लोग नेगेटिव समझते हमेशा उनके बारे में. നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ട് പരീക്ഷമാരെ കാണുന്നത്. സംടൈംസ് किसी को अगर ഫരീസി करके बोलेंगे तो इट इज़ എ വെരി കൈൻഡ് ഓഫ് എ ബാഡ് വേർഡ്. ചിലർ നമ്മൾ പരീക്ഷ എന്ന് വിളിക്കുമ്പോൾ അത് ഒരു ചീത്ത വാക്കായിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. ലേക്കിൻ ഫാരിസി ലോഗ്, ഇഫ് യു സ്റ്റഡി देयर इंटेंशंस वाज वेरी गुड. അവർ इंटेंशंस എല്ലാം നല്ല इंटेंशंस ആയിരുന്നു, उनका खराब इंटेंशंस नहीं था. तो वो लोग जो है, फरीसी लोग जो है, ये जो लॉ है, ये लॉ के लिए वो लोग दे आर रेडी टू डाई ऑल्सो. वो लोग मरने के लिए भी तैयार है. आई विल टेल यू वन इंसिडेंट. ये जीसस के पहले के ज़माने में, मकाबिर के ज़माने में, मकाबिर कालघട്ടത്തിൽ एक इंसिडेंट हुआ. लोगों ने आके अटैक करने के लिए जब ये आया, फरीसी लोगों ने और यहूदी लोगों ने सैटरडे के दिन था बोलकर उन लोग ने अटैक नहीं किया वापस. लोगों ने आकर उनके माँ बहन बच्चों को सबको मार दिया, लेकिन लोग ने अटैक नहीं किया. वो लोग मरने के लिए अलाउ कर दिया क्योंकि साबत था बोल के. ശബത്ത് ദിവസം ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ, മക്കാബിയുടെ പുസ്തകത്തിലുണ്ട്, അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തറിയാമോ? ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്തില്ല. അവർ പറഞ്ഞു, ശബത്ത് ദിവസം ഞങ്ങൾ അതിന് പോകത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ ഭാര്യമാരെയൊക്കെ കൊന്നിട്ട് പോലും ഇവരതിന് പോയില്ല. അപ്പം മരിക്കാൻ വരെ തയ്യാറാണ് ആ ന്യായപ്രമാണത്തിന് വേണ്ടി. तो उनके लॉ के लिए लोग मरने के लिए भी तैयार है करके हम लोग समझना. ओके, सो दे वेरी जील टू ओबे व्हाट द लॉर्ड सेज. परमेश्वर ने जो बोला उसको करने के लिए वो लोग बहुत ही उत्सुक है वो लोग. लेकिन ये लोग ने क्या किया मालूम? इवर എന്താ ചെയ്യുന്നറിയാമോ? ये लॉ को बचाने के लिए, ഈ ലോനെ അല്ലെങ്കിൽ ഈ ന്യായപ്രമാണത്തെ രക്ഷിക്കാൻ വേണ്ടി उन लोग ने बाहर ऐसा बाउंड्रीज बनाना शुरू किया. അവർ വെളിയിൽ ചില ബൗണ്ടറീസ് ഉണ്ടാക്കാനിടയായി. 39 extra boundaries, 39 extra rules, 39 നിയമങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി. എന്തൊക്കെയാ? शबत के दिन इतना किलोमीटर नहीं चलना, इतना वेट नहीं उठाना, ഇത്ര വെയിറ്റ് എടുക്കല്ലേ ശബത്തിൻ്റെ ദിവസം, ഇത്രയും ഭാരം എടുക്കാവൂ, ഇത്രയും കിലോമീറ്റർ പോകാൻ പറ്റത്തുള്ളൂ, അതെടുക്കല്ലേ ഇതെടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് 39 എക്സ്ട്രാ കാര്യങ്ങളെ ഇതിൻ്റെ ചുറ്റിനും അങ്ങ് വെച്ച് അങ്ങനെ ബൗണ്ടറി കെട്ടി. എന്താ ഉദ്ദേശം? ഇതിനെങ്ങനെ രക്ഷിക്കണം, ഇതിനെ ഒന്നും ചെയ്യല്ല. ये 39 एक्स्ट्रा जो रूल्स था वो लोग ने इसके लिए बनाया ताकि जो कमांडमेंट है वो कमांडमेंट खराब नहीं होना चाहिए. इंटेंशन सही है, इंटेंशन सही है. लेकिन प्रॉब्लम क्या हुआ? प्रॉब्लम ये है कि जो लोग हैं, लोगों को ये एक बर्डन हो गया. ये ആൾക്കാർക്ക് എന്ത് പറ്റി? ഇത് വലിയ ബർഡൻ ആയിപ്പോയി. ये जो बाहर का 39 रूल्स है ना, ये बर्डन है. तो लोग जो एग्जैक्टली शबत
किसके लिए कर कर भी भूल गया. ശബത്ത് എന്തിനാന്നുള്ള കാര്യം പോലും മറന്നുപോയി. മനസ്സിലായോ? तो लोग क्या कर रहे हैं, बाहर का ये लोग ने रखा हुआ ट्रेडिशंस को ये लोग कर रहे हैं, वो उनके लिए बर्डन हो गया. और शब्द किसके लिए ट्रूली ये कर उनको समझा ही नहीं. കാര്യം മനസ്സിലാകുന്നുണ്ടോ? 39 ഇവർ വെച്ചിരിക്കുന്ന ട്രഡീഷൻസ്, ഇവർ വെച്ചിരിക്കുന്ന പ്രമാണങ്ങളെ ആൾക്കാർ അനുസരിക്കാനും അത് വലിയ ഭാരമായി അവർക്ക് തോന്നി. യഥാർത്ഥമായി ശബത്ത് എന്തിനാന്നുള്ള കാര്യം പോലും മറന്നുപോയി. സോ നൗ വാട്ട് ജീസസ് ഇസ് ഡൂയിങ്, യേശു ആക്കർ ഉनको सिखा रहा है what is the real meaning of Sabbath rest. യേശു അന്നിവരെ പഠിപ്പിക്കുന്നത് യഥാർത്ഥമായി സബത്ത് എന്താണെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ്? तो യേശു ये सिखा रहा है what is Sabbath and that brings rest. യേശു പഠിപ്പിക്കുന്ന സാബത്ത് നമ്മൾ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആശ്വാസം. ജീസസ് ഇസ് നോട്ട് ബ്രേക്കിംഗ് സാബത്ത്. യേശു ശബത്തിനെ ലംഘിക്കുന്നില്ല. ഈസ് ടെല്ലിംഗ് യു വാട്ട് ഈസ് റിയൽ സാബത്ത്. പ്രൈസ് ഗോഡ്. ഓക്കെ. Now, according to Pharisees, disciples are guilty. പരീശന്മാർക്ക് ഈ യേശുവിൻ്റെ ശിഷ്യന്മാരെന്താണ്? തെറ്റ് ചെയ്തു. ക്യൂ ഉള്ളക്കിനെ ക്യാക്കിയ എന്താ അവർ ചെയ്തത്? അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിരി പറിച്ച് തിന്നു തുടങ്ങി. उन्होंने क्या किया, उनके चेलों ने भूख लगी तो बाले तोड़ तोड़ कर खा रहे थे. सो तोड़ना इज नॉट अलाउड अकॉर्डिंग टू 39 रूल्स. इन्हें पറിക്കുക എന്നുള്ളത് അലൗഡ് അല്ല 39 റൂളിൽ. क्योंकि जो तोड़ना है किसमें आता है मालूम है? कटाई में आता है, कटाई में आता है, रीपिंग में आता है, रीपिंग में आता है. यू सी, आर दे रीपिंग? कटाई कर रहे हैं क्या? അല്ല. അവര് റീപ്പിങ്ങിന് എന്താ, അവർ കൊയ്യുകയാണോ? അല്ല, കൊയ്യുകയല്ല അല്ലേ. അവർക്ക് വിശന്നിട്ട് കഴിക്കുക. ഉनको भूख लग के खा रहा है. लेकिन चेले लोगों को देख के फरीसी लोग ये रीपिंग, ये कटाई, दिस इज नॉट lawful. ഇത് ശരിയല്ല. Are you understanding this? Okay. And by the way, baking is also not allowed on Sabbath. Sabbathil baking allowed alla. So if your children is telling to make cake on Saturday, you are not allowed to make cake on Saturday. Saturday cake ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബേക്കിംഗ് allowed അല്ല. मैट नहीं तो वेट उठा के जा सकते, लेकिन वो वेट भी इतना वेट उठा सकते. उससे ज़्यादा वेट उठाएगा तो इट इज़ योर ब्रेकिंग. तो वेट എടുക്കേണ്ടതാണ്. उतना वेट इतना किलोमीटर लेके जा सकते, उसके आगे ब्रेकिंग है. सो इट इज़ अ बर्डन. इट्स अ बर्डन. ഇറ്റ്സ് ഗോയിങ് ഔട്ട് ഓഫ് റിയൽ മീനിങ് ഓഫ് ദ സബത്ത്. സബത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് വെളിപ്പോവുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ്? Now Jesus is going to tell you what God wants us to do in Sabbath. ശബത്തിൽ നാം എന്ത് ചെയ്യണം? Verses 7, ഏഴാമത്തെ വാക്യം നോക്കിക്കേ. Chapter 12 verses 7 പഠിയും. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. क्या कहता है? बलिदान से नहीं, बल्कि मैं किससे प्रसन्न हूं? दया से प्रसन्न. कंपैशन. So what we should do on Sabbath? Sabbathil എന്തോ ചെയ്യേണ്ടത്? Compassion. Compassion. फरीसी लोगों के अंदर कंपैशन नहीं है. फरीशന്മാരുടെ ഉള്ളിൽ कंपैशन ഇല്ല. അവർ നോക്കുമ്പോൾ അയ്യോ അത് തെറ്റി, അവർ തെറ്റി ചെയ്തു, ഉള്ളതൊക്കെ ഗലത് കിയ. ലേക്കിൻ വൈ ദേ ആർ പ്ലക്കിംഗ് ഇറ്റ്? അവരെന്തുകൊണ്ടാണ്? വിശന്നിട്ടാ. ബിക്കോസ് ദേ ആർ ഹംഗ്രി. സോ ജീസസ് ഇസ് ഹാവിങ് കമ്പാഷൻ ടു ദിസ് പീപ്പിൾ ബിക്കോസ് ദേ ആർ ഹംഗ്രി. അവർ വിശക്കുന്നത് കൊണ്ട് അവരോട് മനസ്സലിഞ്ഞ കർത്താവ് പറയുകയാണ്, ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്? യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. യാഗം വേണം, പക്ഷേ കരുണയില്ലാത്ത യാഗത്തിൽ ഞാൻ പ്രസാദിക്കുന്നില്ല. जीसस कहता है सैक्रिफाइस चाहिए, लेकिन बिना करुणा वाला सैक्रिफाइस आई डोंट वांट. बिना रहमत वाला बलिदान मुझे नहीं चाहिए. दैट इज वन थिंग. सेकंड, चैप्टर 12 वर्सेस 12, 12 അധ്യായം അതിന്റെ 12 വാക്യം, verses 11 പഠിയെ. 11 12 വായിച്ച് 11 and 12 പഠിയെ. उसने उनसे कहा, तुम में ऐसा कौन है जिसकी एक ही भेड़ हो
और वह सबत के दिन गड्ढे में गिर जाए तो वह उसे पकड़कर ना निकाले। भला मनुष्य का मूल्य भेड़ से कितना बढ़कर है, इसलिए सबत के दिन भलाई करना उचित है। It is good, it is lawful to do good on Sabbath. മലയാളത്തിൽ എങ്ങനെ 11-12 വാക്യം? അവൻ അവരോട്, നിങ്ങളിൽ ഒരാടുണ്ടെന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ! ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ശബത്തിൽ എന്ത് ചെയ്യണം? നന്മ ചെയ്യേണ്ടത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. तो सबत में अच्छा करना प्रभु को पसंद है. कंपैशन ആൻഡ് ഡൂയിങ് ഗുഡ്. ഗോഡ് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ദാറ്റ്. ദൈവം അതിനെതിരല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരാളെ സൗഖ്യം കൊടുക്കാൻ ചെന്നപ്പോൾ ഇവർ പറയുക അത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ കർത്താവ് പറയും നിങ്ങളുടെ ഒരു ആട് താഴെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കത്തില്ല. അപ്പോൾ ആടിനെക്കാട്ടി വിലയുള്ളവനല്ലേ ഇത്? एक बंदे को यीशु मसीह चंगाई करने के लिए गया तो ये लोग पूछते क्या चंगाई कर सकता है सबत में? यीशु मसीह पूछता तुम्हारे में से एक भेड़ नीचे गिर गया तो क्या नहीं उठाएंगे? भेड़ से कितना इंपॉर्टेंट है ये इंसान. सो डूइंग गुड इन सैबथ इज नाउ जीसस जो है ये ജീസസ് ഇസ് ടേക്കിംഗ് ദം ടു ദ സ്ക്രിപ്ചേഴ്സ്. ഈ പരീക്ഷന്മാരെ കർത്താവ് തിരുവചനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വേഴ്സസ് 3 12-3 നോക്കിക്കേ. उसने उनसे कहा क्या तुमने नहीं पढ़ा एक मिनट, ये बहुत इंपॉर्टेंट है. उस जमाने के लीडर्स लोगों को क्या यीशु बोलता है मालूम है? क्या तुमने नहीं पढ़ा? और लोगों को क्या बोलते हैं मालूम है? क्या तुमने नहीं सुना? അന്നത്തെ ലീഡേഴ്സിനോട് യേശു പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? അവനോട് ദാവീദ് തനിക്ക് കൂടെ ഉള്ളവരും വിശന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് താഴെ 14-ാമത്തെ വാക്യം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? വായിച്ചിട്ടില്ല. അന്നത്തെ പരീശന്മാരോട് പറഞ്ഞു നിങ്ങൾ വായിച്ചിട്ടില്ലയോ? എന്നാൽ ജനത്തോട് പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? അപ്പോൾ പഠിപ്പിക്കുന്നവരോട് പറയും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഹാവ് യു നോട്ട് റെഡ്? ക്യാ आपने पढ़ा नहीं? तो इनका बाइबल रीडिंग में ही प्रॉब्लम है. ഇവർ തിരുവചന വായനയിൽ തന്നെ പ്രോബ്ലമാണ്. ദേ ഹാവ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ റീഡിങ്. ഉൻകിലെ ട്രഡീഷൻ ബോത്ത് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ട്രഡീഷനാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ്? സോ ജീസസ് ഇസ് ഗിവിംഗ് ദം 3 ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഇൻസിഡൻറ്റ്. പഴയ നിയമത്തിലെ 3 ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഴയ നിയമത്തിലെ ഇൻസിഡൻറ്റ് കൊടുക്കുക. നമ്പർ 1 फर्स्ट शामुएल चैप्टर 21 का 1 से लेके 6. 1 शामुएल 21 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ बाद में पढ़ना आप लोग. वहां पर डेविड और डेविड के दोस्त लोग जाकर मंदिर के अंदर जो ब्रेड प्रीस्ट लोगों के लिए खाली रखा था वो ब्रेड डेविड ने और दोस्तों ने खाया. वो प्रीस्ट लोगों के लिए रखा हुआ ब्रेड है. പുരോഹിതന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ആ അപ്പത്തെ, കോൺസെക്രേറ്റഡ് ആയിരിക്കുന്ന അപ്പത്തെ ദാവീദും ദാവീദിന്റെ കൂട്ടാളികളും അത് കഴിച്ചു. എന്തുകൊണ്ട്? വിശന്നതുകൊണ്ട്. അപ്പം അത് പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം വെച്ചതാ. वो डेविड जो प्रीस्ट के लिए काली रखा था, लेकिन वो किसने खाया? आहरोन और उसके बेटे ही खा सकता है, लेकिन डेविड और कंपेनियंस ने उसको खाया. वाई? बिकॉज दे वर हंग्री. गॉड अलाउड इट. परमेश्वर ने अलाउ कर दिया खाने के लिए. दैट इज वन स्क्रिप्चर. You know why Jesus is talking about David? എന്തുകൊണ്ടാണ് ദാവീദിനെ ഇവിടെ എടുത്തെന്നറിയാമോ? To show something. Greater than David I am. ദാവൂദ് സേ ബി ബഡാ मैं यहाँ पर. ദാവീദിനേക്കാൾ വലിയവൻ ഇവിടെ. 6-ാം വാക്യം നോക്കിക്കേ. 6 verses 6 നോക്കിയേ. 12:6. എന്നാൽ ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? അപ്പം ദാവീദിനേക്കാൾ വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ ഞാൻ ഇവിടെ ഉണ്ട്. पर मैं तुमसे कहता हूं कि यहां वह है जो मंदिर से भी बड़ा है. तो मंदिर के अंदर डेविड ने जाकर वो कॉन्सेक्रेटेड ब्रेड खाया, तो जीसस कहता है वो लोग मंदिर के अंदर जाके खाया ना, मैं मंदिर से भी बड़ा है. मैं मंदिर से भी बड़ा है. मेरा डिसाइपल्स लोग ने खाया. आई शो मर्सी, आई शो कंपैशन. दे एड इट फॉर हंग्री. Sabbath में it is okay. I desire compassion, not sacrifice.
ആലയത്തേക്കാൾ വലിയവൻ ഞാൻ ഇവിടെ നിൽക്കുക. അപ്പോൾ ദാവീദിനേക്കാൾ വലിയവൻ ഞാൻ നിൽക്കുക. അതുകൊണ്ട് എൻ്റെ ശിഷ്യന്മാർ അത് കഴിച്ചത്, അവർ വിശന്ന് കഴിച്ചത് അതുകൊണ്ട് അവർ ശബത്തിനെ ലംഘിക്കുന്നില്ല. ശബത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യാഗത്തേക്കാൾ കൂടുതൽ കരുണയത്രേ. ഹാവ് യു നോട്ടീസ് ഇറ്റ്? ആർ യു അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്? മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? സെക്കൻഡ് ഇൻസിഡൻറ്റ്, സെക്കൻഡ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഇൻസിഡൻറ്റ്, വേഴ്സസ് 5, 5-ാം വാക്യം നോക്കിക്കേ. हिंदी में मलयालम में पढ़ी. या क्या तुमने व्यवस्था में नहीं पढ़ा कि याजक सबत के दिन मंदिर में सबत के दिन की विधि को तोड़ने पर भी निर्दोष ठहरते हैं? മലയാളത്തിൽ വായിച്ചു. അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? അപ്പോൾ ശബത്തിനെ പുരോഹിതന്മാർ ലംഘിക്കുന്നുണ്ടോ? शबत के दिन क्या याजक लोग, नहीं तो जो काहीन लोग हैं, क्या मंदिर में सबत के दिन वो विधि को तोड़ते हैं? सी ऑन द सैबथ प्रीस्ट लोग मंदिर के अंदर काम कर रहे हैं. दे आर वर्किंग इन द टेम्पल. दे आर नॉट रेस्टिंग. അവർ റെസ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ആർ ദേ ബ്രേക്കിംഗ് ഇറ്റ്? അവർ ലംഘിക്കുന്നുണ്ടോ അതിനെ? നോ, നോ. സോ ജീസസ് ഈസ് സെയിങ്, ഐ എം ഗ്രേറ്റർ ദാൻ ദ ടെമ്പിൾ. ആലയത്തേക്കാൾ വലിയവൻ. ആൻഡ് മൈ ഡിസൈപ്പിൾസ് ആർ ദ പാർട്ട് ഓഫ് ദ ന്യൂ കിങ്ഡം. എൻ്റെ ശിഷ്യന്മാർ പുതിയ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മക്കളാണ്. അവർ ലംഘിക്കുകയല്ല. ദേ ആർ വർക്കിംഗ് ഇൻ സാബത്ത് ഫോർ ഗോഡ്സ് ഗ്ലോറി. ദൈവമഹത്വത്തിന് വേണ്ടി അവർ ശബത്ത് ദിവസത്തിൽ പ്രവർത്തിക്കുന്നു. ദിസ് ഇസ് ദ സെക്കൻഡ് ഇൻസിഡൻസ്. തേർഡ് ഇൻസിഡൻസ്, ചാപ്റ്റർ 12 വേഴ്സസ് 7, 12:7. യാഗത്തിലല്ല കരുണയിലത്തെ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ത് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ എഴുതിയിരിക്കുന്നത്, എവിടെ എഴുതിയിരിക്കുന്നത്? ഓഷിയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. ഓഷിയ ചാപ്റ്റർ 6 വേഴ്സസ് 6 में लिखा है कि मैं बलिदान पर नहीं बल्कि दया से प्रसन्न हूँ. ഓഷിയ के टाइम में भी बहुत लोग സാക്രിഫൈസസ് करते थे. ഓഷിയയുടെ ടൈമിൽ ഒത്തിരി പേര് യാഗങ്ങൾ നടത്തുമായിരുന്നു. യുനോ, ബട്ട് ദർ വാസ് നോ ചേഞ്ച് ഓഫ് ഹാർട്ട്. ഹൃദയത്തിനൊരു ചേഞ്ച് ഇല്ല. ഓക്കെ, ആൻഡ് they were sacrificing but no change of. Jesus said, more than sacrifice I desire the change of heart. You should be compassion. You should do good on Sabbath. Now just look at this Pharisee. ഈ പരീക്ഷന്മാരെ ഒന്ന് നോക്കിക്കേ. ചാപ്റ്റർ 12:14 जरा देखिए. ചാപ്റ്റർ 12:14, 12:14 നോക്കിക്കേ. 12:14. तब फरीसियों ने बाहर जाकर उसके विरोध में सम्मति की कि उसे किस प्रकार नष्ट करें. शब्द को ओबे कर रहे हैं बाहर से, 39 रूल्स, यस, लेकिन अंदर क्या है? किसी भी तरह यीशु को क्या करना? डिस्ट्रॉय करना. डू यू सी दैट? देयर इज नो चेंज ऑफ हार्ट. बाहर से ओबे है बट नो चेंज ऑफ हार्ट. 12-ാമത്തെ വാക്യം വായിച്ചു മലയാളത്തിൽ. പരീശന്മാരോ പുറപ്പെട്ടവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. കണ്ടോ? 39 വെളിയിലുള്ള പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ അകത്തിരിക്കുന്നത് എന്തുവാ? യേശുവിനെ എങ്ങനെയും കൊല്ലണമെന്നാ. കണ്ടോ? ഓ, ഭാഗികമായി ശബത്തിനെ അവർ ആചരിക്കുന്നുണ്ടെങ്കിലും അകത്ത് മാറ്റമില്ലാത്ത പരീശൻ. बाहर से तो आउटवर्डली बहुत कुछ काम कर रहा है, बाहर से देखेंगे तो बहुत कुछ ओबे करता हुआ लगता है, लेकिन अंदर से कोई चेंज नहीं है इस फरीसी को. Okay, now let's come to chapter 12 verses 15 onwards. 15 से लेके 21, 15 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ I want to put a title like this. देखो परमेश्वर के सेवक को, देखो परमेश्वर के सेवक को, behold the Lord's servant. മലയാളത്തിൽ ഇങ്ങനെയാണ്. 17-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചോ. മലയാളത്തിന് അമ്മയെപ്പൊട്ടെന്താ കിടക്കുവോ? ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഓക്കെ, അപ്പോൾ ഈ 15 തൊട്ട് 21 ഒരു വാക്യത്തിൽ ഒരു ടൈറ്റിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു. ഇതാ
ദൈവത്തിൻ്റെ ദാസൻ. टाइटल 15 से लेकर 21, बिहोल्ड माई सर्वेंट, देखो मेरा सेवक. सो वी आर गोइंग टू लुक एट लॉर्ड सर्वेंट. परमेश्वर के सेवक को हम लोग देखने के लिए जा रहे हैं. वर्सेस 14 में हम लोग ने देखा यीशु मसीह को खत्म करने के लिए फरीसी लोग ने प्लान बनाया. യേശുവിനെ കൊന്നുകളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ, ഡിസ്ട്രോയ് ചെയ്യുവാൻ പരീക്ഷന്മാർ തീരുമാനിച്ചു. യേശുവിനെ ക്യാക്കിയ യേശു എന്താ ചെയ്തത്? verses 15 onwards. ये जानकर യേശു वहां से चला गया. ദാറ്റ് ഇസ് നമ്പർ 1. ഒന്ന് ചെയ്തത് എന്താണ്? യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ട് പോയി. അല്ലാതെ ഞാൻ മരിക്കാൻ വേണ്ടിയാണ് വന്നത്, എന്നാൽ എന്നെ കൊന്നു കളഞ്ഞു എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവിനറിയാം ഇനി മുൻപോട്ട് അനേക പ്രവർത്തികളുണ്ട്. ഒരു ദിവസം ഞാൻ മരിക്കും, പക്ഷേ അതിന് ഇപ്പം ഞാൻ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. यीशु ने ये नहीं बोला मैं मरने के लिए आया, ठीक है मुझे मार दो करके बोल के उनके मुंह पे जाके गिरा नहीं. यीशु को पता है एक दिन वो मरेंगे, लेकिन उससे पहले और भी कुछ काम को पूरा करना है. ഒന്ന്, that is number 1. Number 2, രണ്ടാമത്തെ, और बहुत लोग उसके पीछे हो लिए और उसने सबको चंगा किया. That is number 2. രണ്ടാമത്തെ കാര്യം, he continued the works of God. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ താൻ തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നു. അവിടുന്ന് വിട്ടുപോയി എന്നതിൻ്റെ അർത്ഥം യേശു ഇനി ഒന്നില്ല എന്ന് പിന്മാറിപ്പോയെന്നല്ല, വിട്ടുപോയി. പക്ഷേ യേശു എന്ത് ചെയ്തു? കർത്താവിൻ്റെ പ്രവൃത്തിയെ കണ്ടിന്യൂ ചെയ്തു. वहाँ पर देखिए यीशु ने वहाँ से चला गया. इसका मतलब ये नहीं कि यीशु ने ये नहीं बोला अभी मैं अभी कुछ नहीं करने वाला हूँ, मैं ये छोड़ दिया. ऐसा नहीं. He did not betray the work of God. He went from that place, but he continued the work of the Father. പിതാവിൻ്റെ പ്രവൃത്തിയെ കണ്ടിന്യൂ ചെയ്തു. Are you understanding this? Are you getting it? മനസ്സിലാകുന്നുണ്ടോ? He continued the work. He was not in fear. लोग मुझे मार देंगे, इसके लिए let me stop this. ഞാൻ നിർത്തട്ടെ, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ഒന്നുമല്ല. യേശു കണ്ടിന്യൂ ചെയ്തു. ബട്ട് he left that place. Number 3, മൂന്നാമത്തെ കാര്യം, verses 16 and 16, और उन्हें चिताया कि मुझे प्रकट ना करे, തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു. എന്തോ ഡിഫറെൻ്റ് ഇന്നത്തെ കാലഘട്ടമായിട്ടില്ലേ? आज के ज़माने से देखेंगे तो कितना डिफरेंट है यीशु मसीह. मेरे बारे में उधर छापो, मेरे बारे में वो छापो, मुझे ये करो, मुझे वो करो. आज हम लोग देखते हैं तो എൻ്റെ പേര് അവിടെ ഇട്ടോ, എൻ്റെ പേര് ഇവിടെ ഇട്ടോ, ഇങ്ങനെ ചെയ്തു അത് ചെയ്തു എന്ന് പ്രസിദ്ധമാക്കാൻ നോക്കുന്ന ഒരു സമൂഹത്തിനിടയ്ക്ക് യേശു പറയുകയാണ് പ്രസിദ്ധമാക്കരുതെന്ന് ആജ്ഞാപിക്കുന്നു. യേശു മसीह कहता है कि मुझे प्रकट ना करो कर उन्हें आज्ञा दी. क्यों? बिकॉज जीसस डोंट वांट टू इंडर गॉड्स वर्क. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ എൻട്രി ചെയ്യാൻ കർത്താവിന് താല്പര്യമില്ലായിരുന്നു. ഓക്കെ, that is what we learn. Now 17, 18 से लेके 21 तक, it's a beautiful verse. It's a beautiful verse. മനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് 17 തൊട്ടുള്ള വാക്യം. Matthew is saying Jesus ने ऐसा क्यों किया मालूम है? To fulfill what Isaiah was prophesying. യേശു എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? യേശു എന്തൊരു വിട്ടുപോയി, അനേകരെ സൗഖ്യമാക്കി, അനേകരോട് പറഞ്ഞ് എന്നെ പ്രസിദ്ധമാക്കരുത് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? മത്തായി പറയുകയാണ് യേശയ്യാവ് പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണത്. यशायाह ने जो नबूवत किया था, भविष्यवाणी किया था, उसका कंप्लीशन है. क्या यशायाह ने भविष्यवाणी किया था? I want everyone to read that verse 18 till 21. എല്ലാവരും ആ വാക്യം ഒന്ന് ബൈബിൾ തുറന്നൊന്ന് വായിക്കണം. 18 തൊട്ട് 21, 18 से लेकर 21. मैं पढ़ता हूँ, आप लोग अपने बाइबल में देखिए कि देख यह मेरा सेवक है जिससे मैंने चुना है, मेरा प्रिय जिससे मेरा मन प्रसन्न है. मैं अपना आत्मा उस पर डालूंगा और वो अन्य जाति को न्याय का समाचार देगा. वो ना झगड़ा करेगा और ना धूम मचाएगा और ना बाजारों में कोई उसका शब्द सुनेगा. वो कुचले हुए सरकंडे को ना तोड़ेगा और धुआं देती हुई बत्ती को ना बुझाएगा, तब जब तक न्याय को प्रबल ना करे और अन्य जाति उसके नाम पर आशा रखेगी. Beautiful verse. It shows who is Jesus
and the work of Jesus. Meditate upon it. If you get time this week, meditate that verse 15 till 20. 15 തൊട്ട് 21 വാക്യം വരെ നിങ്ങളൊന്ന് സമയമുള്ളപ്പോൾ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യും ഒരാഴ്ച. യേശു ആരാണെന്നും യേശു എന്തിനാ വന്നതെന്നും എന്നാണ് അവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഓക്കെ, ഹൂ ഇസ് ജീസസ്? ദാറ്റ് ഇസ് നമ്പർ 1. ലെറ്റ് സീ ഹൂ ഇസ് ജീസസ്. യേശു ആരാണ്? 18ാമത്തെ വാക്യം, कि देख ये मेरा सेवक है. ഓക്കെ, ആരാണ് യേശു? 17ാം വാക്യമാണ് മലയാളത്തിൽ. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ജീസസ് ഇസ് ഗോഡ്സ് സെർവൻറ്റ്, യാഹ്വേസ് സെർവൻറ്റ്. जो याहवे ने चुना है, परमेश्वर ने चुना है, ദൈവം തിരഞ്ഞെടുത്തതാണ്. सो इफ वी रिजेक्ट जीसस, वी आर रिजेक्टिंग गॉड. यीशु मसीह को रिजेक्ट करने वाला किसको रिजेक्ट कर रहा है? परमेश्वर को रिजेक्ट कर रहा है. बिकॉज जीसस इज गॉड्स सर्वेंट, परमेश्वर पिता का दास है. दैट इज नंबर 1. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. കണ്ടോ, രണ്ടാമത് യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? പിതാവ് പറയുന്ന സാക്ഷ്യമാണ്, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. അത് പിതാവും പുത്രനും തമ്മിലുള്ള ഇൻറ്റിമസിയെ കാണിക്കുക. हिंदी में क्या लिखा है मालूम है? मेरा प्रिय जिससे मेरा मन प्रसन्न है. यीशु मसीह के साथ पिता का, बाप का रिलेशनशिप को बताता है. എവിടൊക്കെയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? किधर किधर यीशु मसीह को देख के पिता ने बोला कि ये मेरा प्रिय पुत्र, इससे मैं प्रसन्न हूँ. मैथ्यू चैप्टर 3 verses 17, मत्ताई 3:17 यीशु मसीह जब बैप्टिज्म करके किया तो परमेश्वर पिता ने बोला, दिस इज माय बिलोव्ड सन. സ്നാനപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. മാത്യു 17:5, മത്തായി 17:5 മരുരൂപമലയിൽ പിതാവ് പറഞ്ഞ കാര്യം. മാത്യു 17:5, मत्ती 17:5 में देख सकते हैं. उस माउंट ऑफ ट्रांसफिगरेशन में यीशु मसीह को देखकर पिता ने कहा, दिस इज माय बिलोव्ड सन विथ whom I am well pleased. Who is Jesus? യേശു ആരാണ്? പിതാവിൻ്റെ പ്രിയ പുത്രൻ. जीसस इज द सन ऑफ गॉड. वहां पर हम लोग देख सकते हैं. नंबर 3, മൂന്നാമത്തെ കാര്യം, മലയാളത്തിൽ 17ാമത്തെ വാക്യമാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ ആക്കും. യേശുവിൻ്റെ മേൽ ആറാത്മാവാ? ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേലുണ്ട്. എന്തിനാ? ഒരു പ്രവൃത്തിക്ക് വേണ്ടി. हिंदी में देखिए, और मैं अपना आत्मा उस पर डालूंगा. God's Holy Spirit rest upon Jesus. Do you see Trinity there? അവിടെ ത്രിയേത്വം കണ്ടോ? ട്രിനിറ്റി, ഫാദർ, സർവൻറ്റ്, ഹോളി സ്പിരിറ്റ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ओके, सो फादर का प्रिय बेटा के ऊपर होली स्पिरिट है, वास करता है. हालेलुया. नेक्स्ट, जीसस किसके लिए आया? എന്തിനാ കർത്താവ് വന്നിരിക്കുന്നത്? और वो अन्य जाति को न्याय का समाचार देगा. കർത്താവ് എന്തിനാ വരുന്നത്? അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. He will speak about justice to the Gentiles. He will speak the gospel to the Gentiles. सुविशेषम, God's justice, God's good news to the Gentiles. इसके लिए परमेश्वर ने उसको आत्मा से भरा है. അതുകൊണ്ട് തൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നു. God has anointed Jesus Christ with the Holy Spirit to speak the justice to all people. സകല ജാതികൾക്കും, എല്ലാവർക്കും, सारे जातियों को देने के लिए. Now I want to show you very important thing. 19 and 20, 19-20 വാക്യം. The attitude of the servant. ഈ ദാസന്റെ സ്വഭാവം ഒന്ന് നോക്കണം. ആ സ്വഭാവം ഒന്ന് നോക്കണം. वो ना झगड़ा करेगा. पवित्रात्मा जिसके ऊपर है वो झगड़ा नहीं करेगा. അവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്
അവൻ കലഹിക്കുകയില്ല. പരിശുദ്ധാത്മാവ് ഉള്ളവരാരും കലഹിക്കത്തില്ല കേട്ടോ. കലക്കം ഉണ്ടാക്കത്തില്ല, കലഹിക്കത്തില്ല. പരിശുദ്ധാത്മാവുള്ള യേശു ക്രിസ്തു കലഹിക്കത്തില്ല. वो झगड़ा नहीं करेगा. मैं आज सुबह ये पढ़ने के वक्त मैं और मेरा वाइफ ये डिस्कस कर रहा था. ഞാനും റൂബിയും കൂടെ ഇത് ഡിസ്കസ് ചെയ്യായിരുന്നു. जीसस के सामने आए ओपोनेंट्स के प्रति यीशु मसीह चिल्ला के कभी बात ही नहीं किया होगा. ഒരിക്കലും യേശു അലച്ച് തൻ്റെ വിരോധികളോട് സംസാരിച്ചിട്ടില്ല. അലച്ച് ബഹളം ഉണ്ടാക്കി നിന്നെ കാണിച്ചു തരാടാ, ഞാനിതൊന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരട്ടെ എന്ന് കർത്താവ് ആരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ബഹളം ഉണ്ടാക്കി അലച്ച് പിണങ്ങിയൊന്നും എങ്ങും പോയി ഒന്നുമില്ല കേട്ടോ. यीशु मसीह ने लड़ाई करके झगड़ा करके ये धमकी नहीं दी मैं तुझे शाम को दिखाएगा, आज मेरा भी थोड़ा किस्मत खत्म होने तो शाम को मैं तुझे दिखाएगा बोल के धमकी नहीं दी. किसके साथ झगड़ा नहीं किया. he did not raise his voice. താൻ കലഹിച്ചില്ല, നിലവിളിക്കുകയില്ല. और ना धूम मचाएगा. നെക്സ്റ്റ്, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയില്ല. No one will hear his voice in the streets. और no बाजारों पर उसकी शब्द ना सुनेगा. That is what it made me think. അതാണ് എനിക്ക് മനസ്സിലായത്. സ്ട്രീറ്റ്സില് बाजारों में यीशु मसीह का आवाज को नहीं सुनेंगे आप. He will be very mildly speaking to his opponents. യേശു മസീഹ് കർത്താവ് വളരെ സൗമ്യതയോടെ ആയിരിക്കും മറുപടി പറയുന്നത്. ജസ്റ്റ് തിങ്ക്. झगड़ा नहीं करेगा, चिल्लाएगा नहीं, धूम नहीं मचाएगा. ആൻഡ് उसका शब्द कोई नहीं सुनेगा. അവൻ്റെ ശബ്ദം ആരും കേൾക്കുക. വളരെ സൗമ്യതയോടെ ആയിരിക്കും കർത്താവ് പരീശന്മാരോട് സംസാരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഒപ്പോണൻസ്, ശത്രുക്കളോടുള്ള അല്ലെങ്കിൽ തൻ്റെ വിരോധികളോടുള്ള തൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇനി രണ്ടാമത് 20ാമത്തെ വാക്യം, 20वां वचन. वो न कुचले हुए सरकंडे को ना तोड़ेगा. ചതഞ്ഞ ഓട അവൻ ഓടിച്ചു കളയില്ല. ഇത് റീഡാണ്. അതായത് ജോർദൻ റിവേഴ്സിൻ്റെ തീരത്തൊക്കെ കാണുന്ന റീഡാണ്. അതുകൊണ്ട് പൈപ്പ്, അതുകൊണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം. അത് ചതഞ്ഞു കഴിഞ്ഞാലേ ആൾക്കാർ വലിച്ചെറിയത്തേ ഉള്ളൂ. അതിലിവിടെ പറയുന്നത് ചതഞ്ഞ ഓട ഒടിച്ചു കളയില്ല. ഒടിച്ചു കളഞ്ഞിട്ട് നിനക്ക് യൂസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തെറിയത്തില്ല. देखो वहाँ पर क्या लिखा है, वो कुचले हुए सरकंडे को ना तोड़ेगा. ये यर्दन नदी के किनारे में सरकंडा करके एक रीड है, एक प्लांट है. वो रीड को लेकर लोग जो है फ्लूट बनाते हैं और ये जो इंस्ट्रूमेंट्स बनाते हैं. अगर वो कुचल जाएगा ना, अगर वो ब्रूस्ड होगा, कुचल जाएगा, लोग क्या करते हैं मालूम, उसको तोड़ के फेंक देता है क्योंकि नो यूज. जीसस क्या कहता है मालूम है, ऐसा कुचले हुए सरकंडे को तोड़ता नहीं है बल्कि कुचला हुआ सरकंडे को बनाता है. आज रात में प्रभु का वचन सुनने वाले में कोई ऐसा कुचला हुआ सरकंडा जैसा है, आपको लग रहा है कि नो यूज एट ऑल, यूजलेस है. जीसस कहता है आई एम नॉट गोइंग टू ब्रेक यू बट आई एम गोइंग टू रिपेयर दैट. मैं उसको बनाऊंगा. ചതഞ്ഞ ഓട, ഉടഞ്ഞുപോയി ചതഞ്ഞു പോയ ഓട അത് ഒടിച്ചു കളഞ്ഞ് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് എടുത്തെറിയുന്ന ദൈവമല്ല, കർത്താവല്ല. പ്രത്യേക ചതഞ്ഞ ഓടയെ മെനയുന്ന നല്ല കർത്താവാണ് ഈ കർത്താവെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്ന് രാത്രിയിൽ ചതഞ്ഞ ഓടയായിട്ട് നിങ്ങൾ ആരിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല, ചതഞ്ഞ ഓടയെ ഒടിക്കാത്ത മത്തായി ചതഞ്ഞ ഓടയായിരുന്നു. പത്രോസ് ചതഞ്ഞ ഓടയായിരുന്നു. മത്തി कुचला हुआ सरकंडा था, पत्रोस कुचला हुआ सरकंडा था. लेकिन परमेश्वर यीशु मसीह उसको कुचलता नहीं है, उसको तोड़ता नहीं है, बल्कि ये रिपेयर्स इट. അതിനെ പണിയുന്ന ചതഞ്ഞ ഓടെ ഒടിച്ചു കളയാത്ത. അടുത്ത എന്താണെന്നറിയാമോ, പുകയുന്ന തിരിയെ കെടുത്തു കളയില്ല. अगला देखिए क्या लिखा है, और दुआ देती हुई बत्ती को ना बुझाएगा. अगर ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം मैं मलयालम में बोलता हूँ क्योंकि मलयाली लोगों को थोड़ा रिलेट कर सकता है. ഞാൻ എൻ്റെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്,
मैं हिंदी में भी बोलेगा, टेंशन नहीं. ഞാൻ നാട്ടിൽ പണ്ട് എൻ്റെ കുഞ്ഞുനാളുകളിൽ ചെല്ലുമ്പോൾ അന്ന് ഈ അടുപ്പ് എന്ന് പറയുന്നത് മറ്റേ ഗ്യാസ് ഉള്ളതല്ലല്ലോ, മറ്റേ വിറകിട്ടുള്ള അടുപ്പാണ്. അതിൽ അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഈ കുഴലുണ്ട്, തീക്കുഴൽ വെച്ച് അതിനിങ്ങനെ ഊതും. ഈ കുഴലിൻ്റെ കളർ അറിയാമോ? ബ്ലാക്കാണ്. കുറച്ച് കഴിഞ്ഞ് തീ പിടിച്ച് അത് പിന്നെ അതൊരു ഉപയോഗശൂന്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരടി അടിച്ചിട്ട് ആ തീയിലോട്ടങ്ങിടും. പ്രയോജനമില്ല. അങ്ങനെ പുകഞ്ഞു പോയ ഉപയോഗമില്ലാത്ത തിരിയെ കെടുത്തിക്കളയാത്തവൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുകയാണ് വരുന്നത്, തീയില്ല. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ തീയും ദൈവമക്കളോടുള്ള സ്നേഹത്തിൻ്റെ തീയും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാനുള്ള ആ ഉന്മേഷവും തീയൊക്കെ ഇന്ന് ഒന്ന് ശാന്തമായി പോയി, ഇനി ആ തീ ആർക്കാണ് ഇഗ്നൈറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളൊരു പുകയുന്ന തീ ആണെങ്കിൽ, ആ തിരിയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യത്തില്ല കർത്താവ്? അതിനെ കെടുത്തിക്കളയാതെ അതിനെ വീണ്ടും തീജ്വാലയാക്കുന്ന ഒരു കർത്താവാണ്. देखिए अब ये कैंडल में छोटा सा वो जलता हुआ क्लॉथ या कुछ भी बोलिए, उसमें से धुआं निकलता है, तो ब्लैक धुआं निकलता है, तो हम लोग क्या करेंगे? उसको यूज़ करेंगे? नहीं, उसको उठा के फेंक देंगे, नया लगाएंगे. लेकिन वचन कहता है, देखो क्या कहता है, धुआं देती हुई बत्ती को ना बुझाएगा. धुआं दे रहा है, अभी लाइट नहीं जल रहा है, परमेश्वर का प्रेम का वो आग अंदर से चले गया. परमेश्वर का वचन को प्रेम करने का आग अंदर से चले गया हुआ एक बत्ती अगर है पे, तो परमेश्वर कहता है कि उसको निचोड़ कर बुझाएगा नहीं, बल्कि उसको रीकिंडल करने वाला होगा प्रभु. It is the ministry of compassion. ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് കമ്പാഷൻ. സൗമ്യതയുള്ള കരുണയുള്ള ശുശ്രൂഷയായിരിക്കും. അല്ലാതെ ഒടിക്കാനും അതിനെ നശിപ്പിച്ച് കളഞ്ഞ് എറിയുവാനുമല്ല കർത്താവ് വന്നത്. ഉസ്കോ തോടനെ के लिए, उसको बुझाने के लिए नहीं आया, बल्कि किसके लिए आया है? उसको फिर से जलाने के लिए. What a great comfort today, tonight for us brothers and sisters. എത്ര വലിയ ആശ്വാസമാണ് നമ്മുടെ കർത്താവ് ആരാ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്നേ വലിച്ചു കളയേണ്ടതല്ലേ നമ്മളെ? कितना पहले हमको फेंकने का था. हम लोग आग के बदले जो हम लोग दुआ देने वाले लोग थे, काला दुआ को देने वाले. कब का ही परमेश्वर हमें फेंक दे सकता था. हम लोग जो है कुचले हुए सरकंडे के जैसा था, वो तोड़ के हमें फेंक सकता था. लेकिन सी द पेशेंस ऑफ द लॉर्ड. परमेश्वर का दया और परमेश्वर का करुणा, परमेश्वर का पेशेंस देखे, दैट ही डेल्ट കമ്പാഷനറ്റ്ലി. ദൈവത്തിൻ്റെ ആ ദീർഘക്ഷമെന്ന് നോക്കിക്കേ, എന്നേ വലിച്ചു കളയേണ്ടതായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചതിനായി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദാറ്റ് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദിസ് सर्वेंट. अगला क्या लिखा देखिए, व्हाट इज द नेक्स्ट थिंग, वर्सेस 20 के लास्ट में, जब तक न्याय को प्रबल ना करेगा. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും. 19 വാക്യ അവസാനം, അവൻ ന്യായവിധി ജയത്തോളം നടത്തും. ത്രൂ മേഴ്സി ഹീ വിൽ ലീഡ് us ടു വിക്ടറി. കരുണയിൽ നിന്ന് നമ്മളെ ജയത്തോടെ നയിക്കുന്ന a good servant of the Lord. A good servant of the Lord. He will bring us to victory one day. Today it may not seem like. ഇന്ന് നമുക്ക് അങ്ങനെ കാണത്തില്ലായിരിക്കാം. आज हम लोग को शायद ऐसा नहीं दिखता होगा, but God's word is very much true. He will lead us into victory. ഇന്ന് ഉടഞ്ഞിരിക്കുന്ന, ഇന്ന് പുകയുന്ന തിരി പോലാണെങ്കിൽ, give yourself into the hands of the Lord. उस प्रभु के हाथों में दे. Let him use it. Let him bring the fire again. परमेश्वर आग को दोबारा में लेके आने दो. Bring us close to him again, so that he will bring great victory to us. 21 वाक्यम 21 वर्सेस में लिखा है, और अन्य जाति उसके नाम पर आशा रखेगी. They will believe, they will come in his name, and in his name they will keep their hope. There is only one hope, that is in the name of Jesus Christ. ഒറ്റ പ്രത്യാശയുള്ളൂ, അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്.
Okay, this verse is very important. This 18 till 21 is very important. 18 തൊട്ട് 21 വരെയുള്ള വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഷോസ് യു ഹൂ ഇസ് ജീസസ് ആൻഡ് വാട്ട് ഹി ഹാസ് കം ടു ഡു ആൻഡ് വാട്ട് ഹി വിൽ ഡു. യേശു ആരാണെന്നും യേശു എന്തിനാ വന്നതെന്നും യേശു എന്താ ചെയ്തതെന്നും യേശു എന്താ ചെയ്യാൻ പോകുന്നതെന്നുമുള്ള കാര്യമാണ് 18 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. ആൻഡ് യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ്? എന്താ നടക്കുന്നറിയാമോ? 22 സേലേക്ക് 32 തക്ക് 22 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങളിൽ the Pharisees are rejecting Jesus Christ. यीशु मसीह दुष्टात्मा को भगा रहा है. പവിത്രാത്മാ से പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അശുദ്ധാത്മാക്കൾ യേശു ഓടിച്ചു കളയാ. फरीसी लोग ने आकर क्या बोला मालूम है? ओ तो दुष्टात्मा को इसके लिए भगा रहा है क्योंकि बेल्ज़ेबूल जो दुष्टात्मा का सरदार है उससे लेके छोटा छोटा दुष्टात्मा को भगा रहा है. വലിയവനെ അല്ലെ ബെൽസെബൂലിനെ പിടിച്ച് ചെറിയ ഭൂതങ്ങളെ യേശു കളയുകയാണെന്ന് പറയുക. നോക്കിക്കേ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആരോടായി പറയുന്നത്? ദൈവത്തിൻ്റെ ദാസൻ, കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ദാസൻ, കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുത്ത ദാസൻ, परमेश्वर ने पवित्र आत्मा को दिया हुआ प्रभु के दास के बारे में ये लोग बोल रहे हैं. दे आर टॉकिंग अगेंस्ट द सर्वेंट ऑफ द लॉर्ड टू whom the Holy Spirit is given. परमेश्वर क्या बोलता है मालूम है? ऐसे पाप को क्षमा नहीं किया जाएगा. होली स्पिरिट के काम को हीविल स्पिरिट करके बोलने वाले कामों को परमेश्वर മാഫ് नहीं करेगा. പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിൻ്റെ പ്രവൃത്തി പിശാച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആ പാപത്തിൽ ക്ഷമയില്ല എന്നാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 33 37 33 തൊട്ട് 37 വരെയുള്ള വാക്യങ്ങളിൽ the main thing is a evil person cannot speak good. If there is evil in you, you will speak bad. क्योंकि जो दिल में है वही भर के मुंह से आता है. ഹൃദയം നിറയുന്നത് അത്രേ വായ സംസാരിക്കുന്നത്. You know? किसी ने एक इलिस्ट्रेशन किया तो ആരോ ഒരു ഇലിസ്ട്രേഷൻ നടത്തി. एक ग्लास में ഒരു ഗ്ലാസ്സിൽ കറുത്ത വെള്ളമാണ്. കാല പാനി അഗർ ഹേ तो वो ग्लास हिलाएगा तो क्या आएगा अंदर से? കറുത്ത വെള്ളമാണെങ്കിൽ ആ ഗ്ലാസ് കുലുക്കിയാൽ എന്താ വരും? കറുത്ത വെള്ളം തന്നെ വരത്തുള്ളൂ. അപ്പോൾ അകത്ത് എന്തോ ഉള്ളത് അത് തന്നെ വെളി വരത്തുള്ളൂ. जो अंदर है वही बाहर आएगा. So this generation के मुंह से जो निकल रहा है, it is because there is evil inside. जो मुंह से आ रहा है बात evil क्यों है? പറയുന്ന കാര്യത്തിൽ ദുഷ്ടത എന്താ? കാരണം ദുഷ്ടനാണ് ആ തലമുറ. evil inside. Verses 38 onwards 38 മുതലുള്ള വാക്യങ്ങൾ they are saying, teacher, we want to see a sign. ഞങ്ങൾക്ക് അടയാളം കാണിക്കണം. അടയാളം കാണിച്ച് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കാം. अगर आप हमको चिन्ह दिखाएंगे तो हम अभी विश्वास करेंगे. अभी विश्वास करेंगे. ജീസസ് ने बोला, verses 39 39ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 12:39 പറയുക. 39 जरा आप लोग पढ़ के देखिए, उधर लिखा है, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. उन्होंने उससे उत्तर किया कि ये युग के बुरे और व्यभिचारी लोग चिन्ह ढूंढते हैं. इतना साइन यीशु मसीह ने दिखाया. वो लोग बोल रहे हैं, show us more sign so that we can believe. ഇനി അടയാളം കാണി ഞങ്ങൾ വിശ്വസിക്കട്ടെ. കർത്താവ് പറയണേ, നിങ്ങൾ ദോഷമുള്ള തലമുറയാണ്, നിങ്ങൾ ഇരുമനസ്സുള്ള തലമുറയാണ്, വ്യഭിചാരമുള്ള തലമുറ. യു ആർ എൻ അഡൾട്ടറൽ ജനറേഷൻ, यू आर एन ईविल जनरेशन करके यीशु मसीह कहता है. वर्सेस 41 41 वाक्यम, निनवे के लोग जो हैं इस लोगों के खिलाफ खड़ा होकर बात करेगा उस दिन. നിനവേക്കാര് ഈ ജനത്തെ നോക്കി ഒരു ദിവസം ന്യായം വിധിക്കും. क्योंकि निनवे के लोगों ने जोना का मैसेज को सुनकर रिपेंट किया. യോനയുടെ പ്രസംഗം കേട്ട് നിനവേക്കാർ മാനസാന്തരപ്പെട്ടു. लेकिन उधर देखो क्या लिखा है, जोना से भी बड़ा यहाँ पर है, യോനേക്കാൾ വലിയവൻ. अभी तक हमने एक बात को देखा था, ഒരു കാര്യം കണ്ടില്ലേ, ഡേവിഡ് സെ ബഡ, ദാവീദിനേക്കാൾ വലിയവൻ. നമ്പർ 2, ആലയത്തേക്കാൾ വലിയവൻ, ടെമ്പിൾ സെ ബി ബഡ. നമ്പർ 3, ജോന സെ ബി ബഡ, യോനേക്കാൾ വലിയവൻ. ദാറ്റ് മീൻസ് ദ മെസ്സേജ് ഓഫ് ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ ജോനാസ്. യോനയുടെ മെസ്സേജിനേക്കാൾ വലിയ മെസ്സേജാണ് യേശുവിൻ്റെ മെസ്സേജ്. നിനവെ के लोग रिपेंट किए इसलिए बच गया. तो
जीसस का मैसेज को अगर हम लोग रिपेंट नहीं करेंगे तो वी विल नॉट बी സേവ്ഡ്. യേശുവിൻ്റെ മെസ്സേജിനെ നാം റിജക്റ്റ് ചെയ്താൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെടുകയില്ല, നാം രക്ഷപ്പെടുകയില്ല. ദ മെസ്സേജ് तो जोना से भी बड़ा. വേഴ്സസ് 42, 42 വാക്യം. 42 ജरा വചനം പഠി. 42 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 12:42. दक्षिण की रानी न्याय के दिन इस युग के लोगों के साथ उठकर उन्हें दोषी ठहराएगी, क्योंकि वह सुलेमान का ज्ञान सुनने के लिए पृथ्वी के छोर से आई, और देखो यहाँ वह है जो सुलेमान से भी बड़ा है. हाँ, सोलोमोन का ज्ञान को सुनने के लिए शेबा रानी आया. यीशु मसीह सोलोमोन से भी बड़ा ज्ञानी है. जीसस विस्डम इज ग्रेटर देन द विस्डम ऑफ सोलोमन. ഷേബ രാജ്ഞി ശലോമോന്റെ ജ്ഞാനത്തെ അന്വേഷിച്ച് തപ്പിച്ചെന്നു, എന്നാൽ ശലോമോയേക്കാൾ വലിയവൻ. देखा आपने चैप्टर 12 में नंबर 1, ജീസസ് ഇസ് ഗ്രേറ്റർ ദാൻ ഡേവിഡ്, ദാവീദിനേക്കാൾ വലിയവൻ, ആലയത്തേക്കാൾ വലിയവൻ, ഗ്രേറ്റർ ദാൻ ടെമ്പിൾ. നമ്പർ 3, യോനേക്കാൾ വലിയവൻ. നമ്പർ 4, ശലോമോനേക്കാൾ വലിയവൻ, ശലോമോൻ से भी बड़ा. 43 से लेके 45, 43 തൊട്ട് 45 वाक्यम. एक अनक्लीन स्पिरिट एक इंसान के अंदर से जाता है और वो जगह ढूंढता है तो कोई जगह नहीं मिलता है. वो बोलता है कि मैं अपने पुराने घर पे जाएगा, और वो पुराने घर पे गया, देखा तो पूरा साफ है लेकिन एम्प्टी है. साफ है लेकिन क्या है? इट इज एम्प्टी. അശുദ്ധാത്മാവ് ഒരാളുടെ വെളിയിൽ പോയി, സ്ഥലങ്ങൾ വല തപ്പി കയറാൻ വേണ്ടി കിട്ടിയില്ല. എന്നാൽ വിചാരിച്ചു പഴയ സ്ഥലത്തേക്ക് പോകും. പഴയ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ എല്ലാം ഒതുക്കിയിട്ടിരിക്കുക, പക്ഷെ എന്തില്ല, അവിടെ ആള് താമസമില്ല. ഒതുക്കിയിട്ടിരിക്കുക പക്ഷെ ആള് താമസമില്ല. तो वो क्या किया, 45 में लिखा है कि उसने 7 और दुष्ट आत्मा को लेके उसके अंदर आया, और उस आदमी का हालत पहले से भी बुरा था. 7 അതിനേക്കാൾ ദുഷ്ടനായിരിക്കുന്ന ആത്മാക്കളെ കൊണ്ടുവന്നു. ആ വ്യക്തിയുടെ അവസാനമോ ആദ്യത്തേക്കാൾ വലിയ ദുർഘടമായിരുന്നു. ജീസസ് ने एग्जाम्पल क्यों बोला? യേശു എന്തിനാ എക്സാമ്പിൾ പറഞ്ഞത്? ജസ്റ്റ് ലുക്ക് അറ്റ് വേഴ്സസ് 45, 45 വാക്യം നോക്കിക്കേ. 12:45, 12:45 पढ़िए से. तब वह जाकर अपने से और बुरी 7 आत्माओं को अपने साथ ले आती है, और वे उसमें बैठकर वहां वास करती हैं, और उस मनुष्य की पिछली दशा पहले से भी बुरी हो जाती है. इस युग के बुरे लोगों की दशा भी ऐसी ही होगी. टू शो द पीपल इन दिस जनरेशन उतने बुरे होंगे. इट विल बी evil, पहले से भी evil. So the people are looking for sign. People are not ready to accept Jesus. No commitment. It's a neutral life. यीशु मसीह का वचन को, यीशु मसीह के ज्ञान को, यीशु मसीह के वचन को स्वीकार कर कर यीशु के पीछे चलने के लिए दिल नहीं है. ऐसा एक जनरेशन है आज का जनरेशन भी, विच इज पोसेस्ड बाय डेविल. शैतान से पोसेस्ड हो गए हुए एक जनरेशन के बारे में जीसस उस टाइम बात किया. तो इवन टुडेज जनरेशन इज ऑल्सो लाइक दैट, who do not want to obey, who do not want to repent, who do not want the wisdom of God. If you reject it, this is what is going to happen. കർത്താവിൻ്റെ ജ്ഞാനത്തെ, കർത്താവിൻ്റെ വചനത്തെ, പ്രവൃത്തി നാം റിജക്റ്റ് ചെയ്താൽ ഇതായിരിക്കും തലമുറകൾക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്ന് പറഞ്ഞാൽ ജനറേഷന് സംഭവിക്കാൻ പോകുന്നത്. അടുത്തത് 46 50, ലാസ്റ്റ് वो भी बोलकर बंद करता हूँ. Who is the mother and brother of Jesus Christ? യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ സഹോദരങ്ങളും ആരാ? Who is the real relationship to Jesus? ആരാണ്? 50 വാക്യം, 12:50. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു. क्योंकि जो कोई मेरे स्वर्गीय पिता की इच्छा पर चले वो मेरा भाई और बहन और माता है. आपने देखा मरियम किधर है? देखा आपने? मरियम यीशु के साथ नहीं मिनिस्ट्री में. मरियम यीशुവിൻ്റെ കൂടെ ഒന്നുമല്ല മിനിസ്ട്രിയിൽ. उधर अच्छे से देखिए वर्सेस 46, 46 वाक्यത്തിൽ वहाँ पर क्या लिखा है?
जब वो भीड़ में से बातें कर रहा था तो देखो उसकी माता और भाई बाहर खड़े थे. What Matthew wants to tell us, Mary was outside. Mary came inside only after believing in Jesus as her savior. Okay? മറിയം होने से ഭായി ബഹൻ होने से ജീസസ് के साथ റിലേഷൻഷിപ്പ് होना जरूरी. മറിയം ആയാലും സഹോദരങ്ങളായാലും യേശുവിനോട് റിലേഷൻഷിപ്പ് അങ്ങനെ വരികയില്ല. യേശുവിനോടുള്ള ബന്ധം വരുന്നത് പിതാവിൻ്റെ ഇഷ്ടം നാം ചെയ്യുമ്പോഴാണ്. വെൻ വി ഡു the will of the father. What is the will of the father? पिता का इच्छा क्या है? पिता ने भेजा वो बेटा पर विश्वास करना. To believe in God's servant. To acknowledge the work of the Holy Spirit. पवित्र आत्मा के काम को acknowledge करना. To receive the wisdom of Jesus Christ. यीशु मसीह के उस wisdom को प्राप्त करना. To repent from our sins. जोना का मैसेज को सुनकर निनवे के लोग ने रिपेंट किया. ജീസസ് का മെസ്സേജ് को सुनकर ട്രൂ റിപ്പൻറ്റൻസ് हम लोग के अंदर आए. യേശു കർത്താവിൻ്റെ മെസ്സേജ് കേട്ട് സുവിശേഷം കേട്ട് യഥാർത്ഥ മാനസാന്തരപ്പെട്ട ആ ജ്ഞാനത്തെ കൈക്കൊണ്ട് ആ പുത്രൻ്റെ പ്രവൃത്തികളെ കൈക്കൊണ്ട് ആ പുത്രനെ വിശ്വസിച്ച് ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവനെയാണ് ദൈവം നോക്കിയിട്ട് പറഞ്ഞത് എൻ്റെ മകനും എൻ്റെ മകളും എൻ്റെ മാതാവും. മൈ റിലേഷൻഷിപ്പ്. लेट्स क्लोज अवर आइज. वी विल कंटिन्यू द स्टडी नेक्स्ट वीक. अपनी आंखों को बंद करेंगे, हम लोग मिलकर प्रार्थना करेंगे.